ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സാധാരണക്കാരുടെ ഹൃദയത്തിന്റെ പൊന്ന്. ഇനി മുതൽ തൃശൂർ MG റോഡിലും. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒന്നാം ഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന 7 ജില്ലകളിലെ പരസ്യപ്രചരണം ഇന്ന് അവസാനിക്കും. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ജില്ലകളിലെ വോട്ടർമാർ ചൊവ്വാഴ്ച ബൂത്തിലെത്തും. നടിയെ ആക്രമിച്ച കേസിൽ നാളെ വിധി പറയുന്നത് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി. നടൻ ദിലീപ് ഉൾപ്പെടെ വിചാരണ നേരിട്ടത് 10 പ്രതികൾ. നേമത്തോ വട്ടിയൂർക്കാവിലോ രാജീവ് ചന്ദ്രശേഖർ മത്സരിക്കണമെന്നത് BJPയുടെ തീരുമാനമാണെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. അത് കണ്ട് വിദ്യാഭ്യാസ മന്ത്രി ഇളകേണ്ടെന്നും സുരേഷ് ഗോപി. കുന്നംകുളം കീഴൂർ ദേവീക്ഷേത്രത്തിലെ കമ്മിറ്റി ഓഫീസിൽ മോഷണം. കമ്മിറ്റി ഓഫീസിൽ സൂക്ഷിച്ചിരുന്ന ദേവി വിഗ്രഹം കവർന്നു. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം ഊർജിതമാക്കി പോലീസ്. പഴയന്നൂർ നഗരത്തിൽ ഗതാഗതക്കുരുക്ക് പതിവാകുന്നു. റോഡരികിൽ വാഹനങ്ങൾ അനധികൃതമായി പാർക്ക് ചെയ്യുന്നതാണ് ഗതാഗതക്കുരുക്കിനും അപകടങ്ങൾക്കും കാരണമാകുന്നത്. മണലൂരിൽ യുവതിയെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. തൃശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥി ഹോസ്റ്റലിൽ തൂങ്ങി മരിച്ച നിലയിൽ. പൂങ്കുന്നം പാറക്കുളത്തിൽ യുവാവ് മുങ്ങി മരിച്ചു. വാർത്തകളിലേക്ക് വിശദമായി. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒന്നാം ഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന 7 ജില്ലകളിലെ പരസ്യപ്രചരണം ഇന്ന് വൈകിട്ട് അവസാനിക്കും. വൈകിട്ട് 6 മണിക്കാണ് കലാശക്കൊട്ട്. അനൗൺസ്മെന്റുകളും ജാഥകളും പ്രകടനങ്ങളും ഇന്ന് വൈകിട്ടോടെ അവസാനിക്കും. കലാശക്കൊട്ടിൽ സംഘർഷമുണ്ടാകാതിരിക്കാൻ പോലീസ് അതീവ ജാഗ്രത പുലർത്തുന്നുണ്ട്. നാളെ നിശബ്ദ പ്രചരണമായിരിക്കും നടക്കുക. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ജില്ലകളിലെ വോട്ടർമാർ ചൊവ്വാഴ്ച പോളിംഗ് ബൂത്തിലെത്തും. 7 ജില്ല വാർത്തകൾ വിശദമായി. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒന്നാം ഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന 7 ജില്ലകളിലെ പരസ്യപ്രചരണം ഇന്ന് അവസാനിക്കും. വൈകിട്ട് 6 മണിക്കാണ് കലാശക്കൊട്ട്. അനൗൺസ്മെന്റുകളും ജാഥകളും പ്രകടനങ്ങളും ഇന്ന് വൈകിട്ടോടെ അവസാനിക്കും. കലാശക്കൊട്ടിൽ സംഘർഷമുണ്ടാകാതിരിക്കാൻ പോലീസ് അതീവ ജാഗ്രത പുലർത്തുന്നുണ്ട്. നാളെ നിശബ്ദ പ്രചരണമായിരിക്കും നടക്കുക. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ജില്ലകളിലെ വോട്ടർമാർ ചൊവ്വാഴ്ച പോളിംഗ് ബൂത്തിലെത്തും. 7 ജില്ലാ പഞ്ചായത്തുകളും തിരുവനന്തപുരം, കൊല്ലം, കൊച്ചി കോർപ്പറേഷനുകളും ഉൾപ്പെടെ 595 തദ്ദേശ സ്ഥാപനങ്ങളിലേക്കാണ് വിധിയെഴുത്ത്. തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ ചൊവ്വാഴ്ചയാണ് കൊട്ടിക്കലാശം. വ്യാഴാഴ്ചയാണ് വോട്ടെടുപ്പ്. നടിയെ ആക്രമിച്ച കേസിൽ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി നാളെ വിധി പറയും. നടൻ ദിലീപ് 8ാം പ്രതിയായ കേസിൽ രാവിലെ 11-നാണ് നടപടികൾ തുടങ്ങുക. നടിയെ ബലാത്സംഗം ചെയ്ത് ദൃശ്യങ്ങൾ പകർത്തിയ പൾസർ സുനിയാണ് കേസിൽ 1ാം പ്രതി. കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത 6 പ്രതികളടക്കം 10 പേരാണ് വിചാരണ നേരിട്ടത്. ആക്രമിക്കപ്പെട്ട നടിയോടുള്ള വ്യക്തിവിരോധത്തെ തുടർന്ന് ബലാത്സംഗത്തിന് കൊട്ടേഷൻ കൊടുത്തു എന്നാണ് ദിലീപിനെതിരായ കേസ്. എന്നാൽ തന്നെ കേസിൽ പെടുത്തിയതാണെന്നും പ്രോസിക്യൂഷൻ കെട്ടിച്ചമച്ച തെളിവുകളാണ് കോടതിയിൽ ഹാജരാക്കിയതെന്നുമാണ് ദിലീപിന്റെ വാദം. നേമത്തോ വട്ടിയൂർക്കാവിലോ രാജീവ് ചന്ദ്രശേഖർ മത്സരിക്കണമെന്നത് BJPയുടെ തീരുമാനമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. അത് കണ്ട് വിദ്യാഭ്യാസ മന്ത്രി ഇളകേണ്ടെന്നും ഒരു രാഷ്ട്രീയ പാർട്ടിയെയും വിശ്വസിക്കരുതെന്നും വ്യക്തികളാണ് വിശ്വസിക്കേണ്ടതെന്നും സുരേഷ് ഗോപി പറഞ്ഞു. തൃശൂർ കോർപ്പറേഷൻ 35-ാം ഡിവിഷൻ കണ്ണംകുളങ്ങരയിലെ NDA സ്ഥാനാർത്ഥി മുംതാസിന്റെ പ്രചരണാർത്ഥം സംഘടിപ്പിച്ച കുടുംബയോഗത്തിൽ സംസാരിക്കുകയായിരുന്നു കേന്ദ്ര സഹമന്ത്രി. നേമത്ത് മത്സരിക്കും അല്ലെങ്കിൽ വട്ടിയൂർക്കാവ് മത്സരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പാർട്ടിയുടെ മനസ്സിലാക്കലാണ്, പാർട്ടിയുടെ തീരുമാനവും ആയിരിക്കാം. അതിനെക്കുറിച്ചൊന്നും വിദ്യാമന്ത്രി അത്ര ഇളകണ്ട. അതൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം. ആരൊക്കെ എവിടെയൊക്കെ വരുത്തണം എന്ന് നിങ്ങൾ തീരുമാനിക്കണം. അല്ലാതെ രാഷ്ട്രീയ പാർട്ടിയിലൊന്നും വിശ്വസിച്ചിട്ട് ഇനി ഒരു കാലത്തും ഒരു ഗുണവുമില്ല. വ്യക്തികളെ വിശ്വസിക്കണം. ആ വ്യക്തികളുടെ സംഘം, ആ സംഘത്തിന്റെ ബലം എന്താണ്? ജനാധിപത്യം ജനങ്ങളുടെ വഴിക്ക് വരും. ഇല്ലെങ്കിൽ ഈ വക സാധനങ്ങളുടെ കൂടെ പോകത്തുള്ളൂ ജനാധിപത്യം. അപ്പോൾ ഇത് നമ്മൾ വോട്ടിങ്ങിൽ, ഞാൻ അടക്കമുള്ള രാഷ്ട്രീയം ഇല്ലാതിരുന്ന ഒരു സമൂഹത്തിന്റെ വോട്ടിംഗ് തന്ത്രം കൃത്യമായി ആവിഷ്കരിക്കാത്തതിന്റെ പുറത്ത് വന്ന അബദ്ധമാണ് നമുക്ക് പറ്റിയത്. കള്ളന്മാരുടെയും വഞ്ചകരുടെയും പാർട്ടികൾക്ക് വോട്ട് ചെയ്യരുത്. സ്വർണവും ചെമ്പും ചുരണ്ടിയെടുക്കുന്നവരെ ജനാധിപത്യ വിശ്വാസികൾ വോട്ടിംഗ് തന്ത്രം ആവിഷ്കരിച്ച് വീഴ്ത്തണം. കൂടുതൽ സത്യങ്ങൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പുറത്തുവരും. തൃശൂർ കോർപ്പറേഷനിലെ ഭരണം
BJP നേടിയാൽ കഴിഞ്ഞ 25 വർഷത്തേക്കാൾ വളർച്ചയുണ്ടാക്കുമെന്ന് സുരേഷ് ഗോപി ഉറപ്പ് നൽകി. കോർപ്പറേഷൻ ഭാരതീയ ജനതാ പാർട്ടി നേടിയാൽ ഉറപ്പ് തരുന്നു, ഈ കഴിഞ്ഞ ഒരു 25 വർഷമില്ലാത്ത വളർച്ച, വികസനത്തിന്റെ വളർച്ച, ജനങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ചേരുന്ന അനുഗ്രഹത്തിന്റെ വളർച്ച, ഇതെല്ലാം ക്രമാതീതമായി വർദ്ധിക്കും. മുംതാസിനെ ചൂണ്ടിക്കാട്ടിയുള്ള പ്രതികരണം ഇങ്ങനെ: അതിനുള്ള ചങ്കുറ്റം കാണിച്ച പെൺകുട്ടിയല്ല, ഇതാണ് യഥാർത്ഥ മതേതരത്വം. മറ്റതെല്ലാം മതേതറകളാണ്. BJP തൃശൂർ സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ്, സ്ഥാനാർത്ഥി മുംതാസ് തുടങ്ങിയവരും പങ്കെടുത്തു. TCV തൃശൂർ. കുന്നംകുളം കിഴൂർ ദേവി ക്ഷേത്രത്തിലെ കമ്മിറ്റി ഓഫീസിൽ മോഷണം. ഓഫീസിൽ സൂക്ഷിച്ചിരുന്ന ദേവി വിഗ്രഹം കവർന്നു. ഇന്നലെ അർദ്ധരാത്രിയാണ് മോഷണം നടന്നതെന്നാണ് നിഗമനം. ഇന്ന് പുലർച്ചെ 5 മണിയോടെ മാനേജർ ചന്ദ്രൻ ക്ഷേത്ര കമ്മിറ്റി ഓഫീസ് തുറന്നപ്പോഴാണ് മോഷണം നടന്ന വിവരം അറിയുന്നത്. 2 അലമാരകൾ കുത്തിപ്പൊളിച്ച നിലയിലാണ്. പൂരം കഴിഞ്ഞതിനാൽ ഭണ്ണാരവരവ് ദേവസ്വം എണ്ണി തിട്ടപ്പെടുത്തിയിരുന്നു. സമിതി ഓഫീസിലെ പണം സെക്രട്ടറി വീട്ടിലേക്കും കൊണ്ടുപോയി. ഇതിനാൽ പണം നഷ്ടപ്പെട്ടിട്ടില്ലെന്ന് അമ്പല കമ്മിറ്റി പ്രസിഡന്റ് ബിനീഷ് നടിയേടത്ത് അറിയിച്ചു. കുന്നംകുളം പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. മേഖലയിലെ CCTV ക്യാമറകൾ ഉൾപ്പെടെ കേന്ദ്രീകരിച്ച് മോഷ്ടാവിനായി അന്വേഷണം ആരംഭിച്ചു. പഴയന്നൂർ ടൗണിൽ ഗതാഗതക്കുരുക്ക് പതിവാകുന്നു. റോഡരികിൽ വാഹനങ്ങൾ അനധികൃതമായി പാർക്ക് ചെയ്യുന്നതാണ് വാഹനക്കുരുക്കിനും അപകടങ്ങൾക്കും കാരണമാകുന്നത്. വാഴക്കോട് പ്ലാഴി പാതയിലും പഴയന്നൂർ ലക്കിടി പാതയിലുമാണ് അനധികൃത പാർക്കിംഗ് പതിവാകുന്നത്. ഏറെ വാഹനബാഹുല്യമുള്ള റൂട്ടിലാണ് ഈ അനധികൃത പാർക്കിംഗ്. കോടികൾ മുടക്കി റോഡ് നവീകരിച്ചെങ്കിലും കയ്യേറ്റങ്ങൾ പൂർണ്ണമായി ഒഴിവാക്കി റോഡിന് കാര്യമായി വീതി വർദ്ധിപ്പിക്കാനും കഴിഞ്ഞില്ല. ഇതും ഗതാഗതക്കുരുക്കിന് കാരണമാകുന്നുണ്ട്. അനധികൃത പാർക്കിംഗ് കാരണം ഏറ്റവും അധികം ബുദ്ധിമുട്ടുന്നത് വ്യാപാരികളാണ്. സാധനങ്ങൾ വാങ്ങാനെത്തുന്നവർക്ക് വാഹനം നിർത്താൻ പോലും ഇടമില്ല. നിർത്തിയിട്ട വാഹനങ്ങളിൽ നടത്തുന്ന കച്ചവടവും ഗതാഗതക്കുരുക്കിന് കാരണമാകുന്നുണ്ട്. പുത്തിരിത്തറ മുതൽ കുന്നത്തറ വരെയുള്ള റിംഗ് റോഡ് നിർമ്മാണം പൂർത്തീകരിക്കാനായാൽ ടൗണിലെ ഗതാഗതക്കുരുക്ക് ഒരു പരിധിവരെ പരിഹരിക്കാനാകുമെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. TCV ന്യൂസ്, ചേലക്കര. മണലൂർ ITI റോഡിന് സമീപം യുവതിയെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. മണലൂർ പുത്തൻപുരയ്ക്കൽ സലീഷിന്റെ ഭാര്യ 35 വയസ്സുള്ള നിഷമോളാണ് മരിച്ചത്. വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിലാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ചാലക്കുടി സ്വദേശിനിയാണ്. കാഞ്ഞാണിയിലെ സ്വകാര്യ സ്ഥാപനത്തിൽ സെയിൽസ് ഗേളായിരുന്നു. ഫോറൻസിക് പരിശോധനയും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ലഭിച്ചാലേ മരണകാരണം വ്യക്തമാകുമെന്ന് അന്തിക്കാട് SHO പറഞ്ഞു. തൃശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥിയെ ഹോസ്റ്റലിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. കോഴിക്കോട് സ്വദേശി കോട്ടായി വീട്ടിൽ 22 വയസ്സുള്ള അക്ഷയാണ് ഹോസ്റ്റലിലെ A ബ്ലോക്കിലെ 43-ാം നമ്പർ റൂമിലെ ഫാനിൽ തൂങ്ങി മരിച്ചത്. 3-ാം വർഷ സിവിൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയാണ് അക്ഷയ്. കഴിഞ്ഞ ദിവസം രാത്രിയാണ് തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയത്. ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. വിയ്യൂർ പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. പൂങ്കുന്നം പാറക്കുളത്തിൽ യുവാവ് മുങ്ങി മരിച്ചു. നെന്മാറ ചേരാമംഗലം സ്വദേശി 45 വയസ്സുള്ള ജ്യോതിഷാണ് കുളിക്കുന്നതിനിടയിൽ മുങ്ങി മരിച്ചത്. തൃശൂർ ഫയർഫോഴ്സ് സ്കൂബ ടീമിന്റെ നേതൃത്വത്തിലുള്ള സംഘം നടത്തിയ തെരച്ചിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ജില്ലാ അതിർത്തിയായ വാൽപ്പാറയിൽ തുടർച്ചയായ വന്യജീവി ആക്രമണം. 4 വയസ്സുകാരനെ പുലി പിടിച്ചതാണ് ഏറ്റവും ഒടുവിലത്തെ സംഭവം. എസ്റ്റേറ്റ് തൊഴിലാളിയുടെ മകൻ സൈഫുൾ ഇസ്ലാമാണ് കൊല്ലപ്പെട്ടത്. പുലി ഇറങ്ങി തൊഴിലാളികളെയും കുട്ടികളെയും ആക്രമിക്കുന്നത് ഇവിടെ പതിവാണ്. കാട്ടാനയുടെ ആക്രമണത്തിൽ പ്രദേശവാസികൾ കൊല്ലപ്പെടുന്നതും പതിവാണ്. കരടിയുടെ ആക്രമണവും ഉണ്ടാവാറുണ്ട്. അതിരപ്പള്ളി മലക്കപ്പാറയിൽ പര്യടനത്തിന് പോയ ബ്ലോക്ക് സ്ഥാനാർത്ഥിക്കും സംഘത്തിനും നേരെ പാഞ്ഞെടുത്ത് കാട്ടാനക്കൂട്ടം. ഇന്നലെ രാത്രി 9 മണിയോടെയാണ് സംഭവം. കോൺഗ്രസിന്റെ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാനാർത്ഥി ജൂവിൻ കല്ലേലിയും സംഘവും സഞ്ചരിച്ച കാറുകൾക്ക് നേരെ കാട്ടാനക്കൂട്ടം പാഞ്ഞെടുക്കുകയായിരുന്നു. കാട്ടാനക്കൂട്ടം കാറിന് നേരെ വരുന്നത് കണ്ട് കാറിലുണ്ടായിരുന്ന പ്രവർത്തകർ ഇറങ്ങിയോടി. സംഘത്തിലുണ്ടായിരുന്ന പോൾസന്റെ പുറകെ പാഞ്ഞ കാട്ടാന റോഡരികിലെ കുഴിയിൽ വീണു. റോഡിൽ വീണ പോൾസിന് കൈകൾക്കും കാലിനും പരിക്കേറ്റിട്ടുണ്ട്. പരിക്ക് ഗുരുതരമല്ല. അന്തരിച്ച മുൻ CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും കുന്നംകുളം MLAയുമായിരുന്ന ബാബു M പാലിശ്ശേരിയുടെ വീട് മുഖ്യമന്ത്രി പിണറായി വിജയൻ സന്ദർശിച്ചു. CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ, സംസ്ഥാന കമ്മിറ്റി അംഗം AC മൊയ്തീൻ MLA, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ M ബാലാജി, TK വാസു, ഏരിയ സെക്രട്ടറി K കൊച്ചിനിയൻ എന്നിവരും മുഖ്യമന്ത്രിയോടൊപ്പം ഉണ്ടായിരുന്നു. തെക്കുങ്ങര 18-ാം വാർഡ് സ്ഥാനാർത്ഥി നിഷ ജിനിയുടെ ഫ്ലക്സ് ബോർഡുകൾ കത്തിച്ചതായി പരാതി. സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്ത് സ്ഥാപിച്ച ഫ്ലക്സ് ബോർഡിനാണ് തീയിട്ടത്. സംഭവത്തെ തുടർന്ന് DCC ജനറൽ സെക്രട്ടറി ജിജോ കുര്യൻ, മണ്ഡലം പ്രസിഡന്റ് ജെയ്സൺ മാത്യു, കർഷക കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി VM കുര്യാക്കോസ് തുടങ്ങിയവർ സ്ഥലത്തെത്തി. വടക്കാഞ്ചേരി പോലീസിൽ പരാതി നൽകി. സംസ്ഥാന നിയമസേവന അതോറിറ്റിയുടെ 2025 മികച്ച ജില്ലാ നിയമസേവന അതോറിറ്റി പുരസ്കാരം തൃശൂരിന്. എറണാകുളത്ത് നടന്ന വാർഷിക സമ്മേളനത്തിൽ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് നിതിൻ ജാംദാർ പുരസ്കാരം സമ്മാനിച്ചു.
ജില്ലാ നിയമ സേവന അതോറിറ്റി ചെയർമാൻ ജസ്റ്റിസ് പി സൈതലവി, സെക്രട്ടറി സരിത രവീന്ദ്രൻ എന്നിവർ ചേർന്ന് പുരസ്കാരം ഏറ്റുവാങ്ങി. മികച്ച മീഡിയേറ്റർക്കുള്ള പുരസ്കാരം തൃശൂരിലെ അഡ്വക്കേറ്റ് ഗിരീന്ദ്രബാബുവിന് സമ്മാനിച്ചു. ദേശീയപാതയിലെ ഏങ്ങണ്ടിയൂർ ഏത്തായിൽ ആഴ്ചകളായി പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകുന്നു. രൂക്ഷമായ കുടിവെള്ളക്ഷാമം നേരിടുന്ന മേഖലയാണ് ഏങ്ങണ്ടിയൂർ. പൈപ്പ് പൊട്ടിയതോടെ പല ഭാഗങ്ങളിലും കുടിവെള്ള വിതരണം തടസ്സപ്പെട്ടു. വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ളം തടസ്സപ്പെട്ടത് ചൂണ്ടിക്കാട്ടി ചേറ്റുവയിലെ സാമൂഹ്യ പ്രവർത്തകൻ ലത്തീഫ് കെട്ടുമൽ മാസങ്ങൾക്ക് മുമ്പ് ഹൈക്കോടതിയിൽ പൊതുതാൽപര്യ ഹർജി നൽകിയിരുന്നു. കോടതി ഇടപെടലിലൂടെ പ്രദേശത്ത് 2 മാസത്തോളം കുടിവെള്ളം ലഭിച്ചിരുന്നു. നിലവിൽ കുടിവെള്ളക്ഷാമം വീണ്ടും രൂക്ഷമാണ്. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വീണ്ടും വാർത്തകളിലേക്ക്. തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളുമായി ദേശപ്പോര്. തൃശൂർ കോർപ്പറേഷന്റെ 56ാം ഡിവിഷൻ പുതൂർക്കരയിൽ തെരഞ്ഞെടുപ്പ് ആവേശം കുതിച്ചുയരുന്നു. വികസനവും പ്രാദേശിക പ്രശ്നങ്ങളും കേന്ദ്രീകരിച്ച് മുന്നണികൾ കടുത്ത മത്സരത്തിലാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് ഇന്ന് നമ്മൾ നിൽക്കുന്നത് തൃശൂർ കോർപ്പറേഷൻ 56ാം ഡിവിഷനായ പുതൂർക്കരയിലാണ്. അപ്പോൾ ഇന്ന് പുതൂർക്കരയിലെ സ്ഥാനാർത്ഥികളെ പരിചയപ്പെടാം. പുതൂർക്കരയുടെ ജനപക്ഷ വികസനം മുന്നിൽ കണ്ടുകൊണ്ട് ഇവിടെ UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന മെഫി ഡെൽസനാണ് ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത്. പ്രചരണമൊക്കെ എവിടം വരെയായി? പ്രചരണം 4ാം ഘട്ടത്തിലായി. ആൾക്കാരുടെ ഭാഗത്തുള്ള പ്രതികരണം എങ്ങനെയുണ്ട്? നല്ല റെസ്പോൺസാണ്. വീണ്ടും വരണം, തുടരണം എന്നൊക്കെ തന്നെയാണ് എല്ലാവരും പറയുന്നത്. അത് ഫാമിലി വകയുള്ള ഒരു സപ്പോർട്ടൊക്കെ എത്രത്തോളം ഉണ്ട്? ഫാമിലി വക സപ്പോർട്ട് വളരെയധികം ഉണ്ട്. ഓക്കെ, ഇവിടെ ഈ ഡിവിഷനിൽ എന്തൊക്കെ വികസനങ്ങളാണ് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് വികസന പദ്ധതികൾ? ഇവിടെ നമ്മൾ കഴിഞ്ഞ ഒരു 5 വർഷം 9 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നടന്നു കഴിഞ്ഞു. എന്നിരുന്നാലും മുഴുവൻ പൂർത്തിയാകാൻ സാധിച്ചിട്ടില്ല. പൂർത്തിയാക്കണം. അതിൻ്റെ തുടർച്ചയ്ക്കായിട്ടാണ് നമ്മൾ ഇനിയും വന്നിരിക്കുന്നത്. ഈ ഒരു ഭരണവും UDFന് തന്നെ വിജയം നമുക്ക് ഉറപ്പിക്കാം. നാടറിയുന്ന ജനകീയൻ പുതൂർക്കരയിലെ LDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ജയൻ മാഷാണ് ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത്. മാഷേ, പ്രചരണമൊക്കെ എങ്ങനെ പോകുന്നു? പ്രചരണം നല്ല രീതിയിൽ പോകുന്നു. ഇപ്പം ഞാൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വേണ്ടി വന്ന ഒരാളല്ല. എനിക്ക് ഓർമ്മ വയ്ക്കുന്ന കാലം മുതൽ ഇത്തരത്തിലുള്ള സേവനങ്ങൾ ഈ നാട്ടിലെ എല്ലാ ജനങ്ങളുമായിട്ട് നല്ല ബന്ധമുണ്ട്. അവരെ മനസ്സറിയാം. അങ്ങനെ സ്ഥാനാർത്ഥിയായിട്ട് വന്നപ്പോൾ ജനം ഏറ്റെടുക്കുകയാണ് ഉണ്ടായത്. കഴിഞ്ഞ 5 വർഷം ഇവിടെ UDF ആണ് ഭരിച്ചത്. യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഒരു വികസനം നടന്നിട്ടില്ല. മാഷ് വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ വികസന പ്രവർത്തനങ്ങളാണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? കുറിഞ്ഞാക്കൽ പ്രദേശം കേരളം അറിയപ്പെടുന്ന ഒരു മെഗാ ടൂറിസമാക്കി മാറ്റും. ഓരോ പ്രദേശത്തും അവർക്ക് ആവശ്യമായ രീതിയിൽ അവിടെ ജീവിക്കുന്ന ജനങ്ങൾക്ക് ആവശ്യമായ രീതിയിലാണ് വികസനം നടത്തേണ്ടത്. ആ രീതിയിൽ എല്ലാ തരത്തിലുള്ള വികസനങ്ങളും ഈ പ്രദേശത്ത് നടപ്പിലാക്കും. അപ്പോൾ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ LDFന് എത്രത്തോളം വിജയം നമുക്ക് ഉറപ്പിക്കാം? തീർച്ചയായിട്ടും കേരളത്തിലെ LDF സർക്കാരിൻ്റെ വലിയ രീതിയിലുള്ള മാറ്റമാണ് ഈ കേരളത്തിലുണ്ടായിട്ടുള്ളത്. പുതൂർക്കരയുടെ തികഞ്ഞൊരു മാറ്റത്തിനായി ഇവിടെ NDA സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് സൗമ്യ അനീഷാണ് ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത്. ആൾക്കാരുടെ ഭാഗത്തു നിന്നുള്ളൊരു പ്രതികരണം എങ്ങനെയുണ്ട് ഇതുവരെയുള്ളൊരു പ്രചരണത്തിൽ? എല്ലാവരുടെ ഭാഗത്ത് നല്ലൊരു റെസ്പോൺസാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. പോസിറ്റീവ് റെസ്പോൺസാണ്. അതുകൊണ്ട് തന്നെ നമുക്കിത് പ്രചരണം കൂടുതൽ ശക്തമാക്കാനും നമുക്കിതുകൊണ്ട് സാധിച്ചിരിക്കുന്നു. എന്തൊക്കെയാണ് ഇവിടെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ? പ്രധാനമായും ഓരോ വ്യക്തികളിൽ നിന്ന് തന്നെ വികസനം വരണമല്ലോ. അതാണ് അതിൻ്റെ ഒരു രീതി. നമ്മുടെ മോദി ഗവൺമെൻറ് ഒരുപാട് പദ്ധതികൾ വിഭാവനം ചെയ്തിട്ടുണ്ട്. അത് ഓരോ വ്യക്തികളിലും, അതുവഴി ഓരോ കുടുംബങ്ങളിലും, അതുവഴി സമൂഹങ്ങളിലും. അങ്ങനെയാണല്ലോ അതിൻ്റെ രീതി. അതുപോലെ തന്നെ പുതൂർക്കരയിൽ നല്ലൊരു മാറ്റം, വികസനം വരുത്താനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ചൂടിലാണ് പുതൂർക്കര. ഓരോ വോട്ട് ഉറപ്പിക്കുവാനുള്ള തീവ്ര പ്രചരണത്തിലാണ് ഓരോ സ്ഥാനാർത്ഥികളും. പുതൂർക്കരയിൽ നിന്നും ക്യാമറമാൻ കൃഷ്ണകുമാർ K മലയിലിനോടൊപ്പം പ്രിയങ്ക, TCV ന്യൂസ്. ഡബിൾ എഞ്ചിൻ പവറോടെ തെരഞ്ഞെടുപ്പ് ഗോതയെ കൈവെള്ളയിലാക്കിയിരിക്കുകയാണ് പഴയന്നൂർ പഞ്ചായത്തിലെ LDF സ്ഥാനാർത്ഥി P അജീഷ്. അംഗപരിമിതിയെ മറികടന്നുള്ള മുന്നേറ്റമാണ് മത്സരിക്കുന്ന 24ാം വാർഡിൽ അജീഷ് കാഴ്ചവെക്കുന്നത്. ചെറുപ്പത്തിൽ പോളിയോ ബാധിച്ച് വലതുകാൽ തളർന്നുവെങ്കിലും തളരാത്ത ഇടനെഞ്ചുമായി അജീഷ് വെട്ടിപ്പിടിക്കാത്ത മേഖലകളില്ല. ഒരു ദശാബ്ദമായി പൊതുരംഗത്ത് സജീവ സാന്നിധ്യമാണ്. ഏതു കാര്യമായാലും അജീഷിനെ ഒന്ന് വിളിക്കേണ്ട താമസമേയുള്ളൂ. മുച്ചക്രവാഹനത്തിൽ പറന്നെത്തും. സൗമ്യമായ പെരുമാറ്റം ആരെയും ആകർഷിക്കും. 20 വർഷമായി സമാന്തര വിദ്യാഭ്യാസ രംഗത്ത് തിളങ്ങി നിൽക്കുന്ന സ്ഥാപനത്തിന്റെ സാരഥിയാണ് അജീഷ്.
തിരഞ്ഞെടുപ്പ് പ്രചരണത്തിലും സജീവമായ അജീഷ് അണികളെത്തുന്നതിനു മുന്നേ ഫീൽഡിലിറങ്ങും. ഇതിനോടകം 4 റൗണ്ട് വീടുകളിൽ എത്തിക്കഴിഞ്ഞു. ചിലപ്പോൾ കൂട്ടിന് ഭാര്യ ജി വൈഷ്ണവിയും ഒപ്പമുണ്ടാകും. കലാകായിക സാംസ്കാരിക സംഘടനാ തപസ്യയുടെ സ്ഥാപകനായ അജീഷ് പഴയന്നൂർ മേജർ റൂറൽ ലൈബ്രറി സെക്രട്ടറിയും CPIM വടക്കേത്തറ ബ്രാഞ്ച് സെക്രട്ടറിയുമാണ്. അംഗപരിമിതരുടെ മലപ്പുറം ജില്ലാ ക്രിക്കറ്റ് ടീമിലും അംഗമായിരുന്ന അജീഷ് നിരവധി ഷോർട്ട് ഫിലിമുകളും സംവിധാനം ചെയ്തിട്ടുണ്ട്. TCV ന്യൂസ്, തിരുവില്ലാമല. വോട്ടെടുപ്പിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ മറ്റത്തൂർ പഞ്ചായത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗം ചൂടുപിടിച്ചു. വിസ്തൃതിയിലും ജനസംഖ്യയിലും ജില്ലയിൽ മുൻനിരയിൽ നിൽക്കുന്ന മറ്റത്തൂരിൽ കഴിഞ്ഞ 15 വർഷത്തോളമായി LDF ആണ് ഭരണം നടത്തുന്നത്. ഭരണം നിലനിർത്താൻ LDF-ഉം ഇടക്കാലത്ത് കൈവിട്ടുപോയ ഭരണം തിരികെ പിടിക്കാൻ UDF-ഉം പോരാട്ടം നടത്തുമ്പോൾ ഇത്തവണ മറ്റത്തൂർ തങ്ങളുടെ കൈപ്പിടിയിൽ ഒതുക്കുമെന്ന് പ്രഖ്യാപിച്ച് NDA-യും ഒപ്പത്തിനൊപ്പം അംഗത്തട്ടിലുണ്ട്. കഴിഞ്ഞ 5 വർഷത്തിനിടെ പഞ്ചായത്തിൽ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളും ദേശീയ സംസ്ഥാന തലത്തിൽ പഞ്ചായത്തിന് ലഭിച്ച അംഗീകാരങ്ങളും ഉയർത്തിക്കാണിച്ചാണ് ഭരണ തുടർച്ചയ്ക്കായി LDF ജനവിധി തേടുന്നത്. അതേസമയം ഭരണത്തിലെ പിഴവുകളും പോരായ്മകളും ചൂണ്ടിക്കാണിച്ചാണ് UDF-ഉം NDA-യും വോട്ട് തേടുന്നത്. നിലവിലുണ്ടായിരുന്ന 23 അംഗ ഭരണസമിതിയിൽ LDF 14, UDF 5, BJP 4 എന്നിങ്ങനെയായിരുന്നു കക്ഷിനില. വാർഡ് പുനർനിർണയത്തോടെ വാർഡുകളുടെ എണ്ണം 24 വർദ്ധിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ നിലവിലുണ്ടായിരുന്ന ഭരണസമിതിയിലെ 7 പേർ വീണ്ടും മത്സരരംഗത്തുണ്ട്. ഇവരിൽ പ്രസിഡന്റ് അശ്വതി വിബി കൊടകര ബ്ലോക്ക് പഞ്ചായത്തിലെ മറ്റത്തൂർ ഡിവിഷനിൽ LDF സ്ഥാനാർത്ഥിയും പഞ്ചായത്ത് അംഗമായിരുന്ന KT ഹീതേഷ് വെള്ളിക്കുളങ്ങര ഡിവിഷനിൽ NDA സ്ഥാനാർത്ഥിയുമാണ്. ലിൻഡോ പള്ളിപ്പറമ്പൻ, PS ചിത്ര, KS ബിജു, KR ഔസേബ്, ബിന്ദു മനോജ് കുമാർ എന്നിവരും കഴിഞ്ഞ ഭരണസമിതിയിലെ അംഗങ്ങളാണ്. നേരത്തെ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന ഉമ്മു കുൽസു അസീസ്, അംഗങ്ങളായിരുന്ന PS അംബുജാക്ഷൻ, സന്ധ്യ സജീവൻ, സുനിൽകുമാർ ചിന്നങ്ങത്ത് എന്നിവരും ബ്ലോക്ക് പഞ്ചായത്ത് അംഗമായിരുന്ന ആശ ഉണ്ണികൃഷ്ണനും ഇക്കുറി ഗ്രാമപഞ്ചായത്തിലേക്ക് ജനവിധി തേടുന്നവരാണ്. ചില വാർഡുകളിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ നേടുന്ന വോട്ടുകൾ നിർണായകമാവും. TCV കൊടകര. ഇത്തവണ തന്റെ കൃഷിക്കായുള്ള വിത്തിടൽ 3 മുന്നണികളുടെയും സ്ഥാനാർത്ഥികളെ കൊണ്ട് നിർവഹിച്ച് യുവ കർഷകൻ. എടക്കഴിയൂർ 4-ാം കല്ല് കളത്തിൽ ഫൈസലാണ് പാടത്ത് സൗഹൃദത്തിന്റെ വിത്തെറിയാൻ കളമൊരുക്കിയത്. LDF സ്ഥാനാർത്ഥി ഷൈമജ നസീർ, UDF സ്ഥാനാർത്ഥി ഐഷ സാദിഖ്, BJP സ്ഥാനാർത്ഥി സിന്ധു പ്രകാശൻ എന്നിവരാണ് വിത്തിടൽ നിർവഹിച്ചത്. സാധാരണ കൃഷി ഓഫീസർ തുടങ്ങിയ ആളുകളെ കൊണ്ടാണ് ഫൈസൽ തന്റെ കൃഷിയിറക്കൽ ചെയ്യാറ്. എന്നാൽ ഇത്തവണ തിരഞ്ഞെടുപ്പായതിനാൽ സ്ഥാനാർത്ഥികൾ മതിയെന്ന് തീരുമാനിക്കുകയായിരുന്നു. 15 വർഷമായിട്ട് ഞാൻ ഈ മേഖലയിലുണ്ട്. ഓരോ സമയത്തും കൃഷി ഇറക്കുമ്പോഴും കൃഷി ഓഫീസർ അല്ലെങ്കിൽ പഞ്ചായത്ത് പ്രസിഡന്റൊക്കെയാണ് വിളിക്കാറ്. പ്രാവശ്യം ഞാനൊന്ന് മാറ്റി ചിന്തിച്ച് നമുക്ക് നമ്മളെ വാർഡിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളോട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെയാണ് ഞാൻ ഇവരെ വിളിച്ചത്. ഇത്തവണ ഞാൻ ഇടാൻ പോണത് അർക്കമംഗളം എന്നൊരു പയറാണ്. വിത്തിട്ട് 28ാമത്തെ ദിവസം പോയിട്ട് 40ാമത്തെ ദിവസം വിളവെടുക്കാൻ പറ്റുന്ന ഒരു പയറാണ് അർക്കമംഗളം. ഇപ്പോൾ 2ാമത്തെ പ്രാവശ്യമാണ് ഞാനത് കൃഷി ചെയ്യാൻ പോണത്. കഴിഞ്ഞ 15 വർഷമായി ഫൈസൽ വിവിധ കൃഷിരംഗത്ത് സജീവമാണ്. പഞ്ചായത്തിലെ മികച്ച കർഷകനുള്ള അവാർഡും ഈ യുവ കർഷകനെ തേടി എത്തിയിട്ടുണ്ട്. 50 സെന്റ് സ്ഥലത്ത് വിവിധ സീസണുകളിലായി കൂർക്ക, പടവലം, കുക്കമ്പർ, ചീര, കപ്പ തുടങ്ങി കൃഷികൾ ചെയ്യുന്നുണ്ട്. കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിനു വേണ്ടി സമൂഹ മാധ്യമങ്ങളിലൂടെ കൃഷിരീതിയെക്കുറിച്ച് വിവരണം നടത്താറുമുണ്ട്. കൂടാതെ നല്ല ഇനം വിത്തുകളുടെ വിൽപ്പനയുമുണ്ട്. എന്തായാലും സ്ഥാനാർത്ഥികളെ കൊണ്ട് വിത്തിടിയിച്ച് 100 മേനി കൊയ്യാം എന്ന പ്രതീക്ഷയിലാണ് ഫൈസൽ. TCV ന്യൂസ്, ചാവക്കാട്. സ്വതന്ത്ര അംഗമാകാൻ 3-ാം വട്ടവും അംഗത്തട്ടിൽ പയറ്റുകയാണ് കൊരട്ടി പഞ്ചായത്തിലെ ദേവമാതാ വാർഡിൽ ജെയ്നി ജോഷി. ഇത് 4-ാം തവണയാണ് ജെയ്നി ജോഷി ജനവിധി തേടുന്നത്. കന്നിയംഗത്തിൽ UDF സ്ഥാനാർത്ഥിയായി വിജയിച്ചു. പിന്നീടുള്ള 2 വിജയങ്ങളും സ്വതന്ത്രയായി മത്സരിച്ചായിരുന്നു. ഇക്കുറിയും അങ്ങനെ തന്നെ. 2014 അപ്രതീക്ഷിതമായിട്ടായിരുന്നു മത്സരരംഗത്തേക്കുള്ള ജെയ്നിയുടെ കടന്നുവരവ്. ദേവമാതാ വാർഡിൽ കോൺഗ്രസിലെ റാണി പോൾ മരിച്ചതോടെ ഉപതെരഞ്ഞെടുപ്പ് വേണ്ടിവന്നു. ഇതിന് പാർട്ടി കണ്ടെത്തിയത് ബസ് ഓണേഴ്സ് അസോസിയേഷൻ സെക്രട്ടറിയായിരുന്ന ജോഷിയുടെ ഭാര്യ ജെയ്നിയെ. 1 വർഷമായിരുന്നു ആദ്യത്തെ കാലാവധി. 2015 തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ ജെയ്നിയെ തഴഞ്ഞ UDF-ന് ഭരണത്തിനായി ഇവരുടെ പിന്തുണ ആവശ്യമായി വന്നു. എന്നിട്ടും ഇരുമുന്നണികളുടെ അംഗസംഖ്യ തുല്യമായി. നറുക്കെടുപ്പിൽ ജെയ്നി ജോഷി വൈസ് പ്രസിഡന്റായി. എന്നാൽ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ ഭാഗ്യം തുണച്ചത് LDF-ലെ കുമാരി ബാലനെ. പിന്നീട് 2 സ്ഥാനങ്ങളിലേക്കും അവിശ്വാസം വന്നു. ഇതോടെ കുമാരി ബാലൻ അധ്യക്ഷ സ്ഥാനത്തു നിന്ന് പുറത്തായപ്പോൾ കോൺഗ്രസിന് ജെയ്നിയുടെ പരാജയത്തോടെ ഉപാധ്യക്ഷ സ്ഥാനവും നഷ്ടപ്പെട്ടു. BJP അംഗം 2 അവിശ്വാസ പ്രമേയങ്ങളെയും അനുകൂലിച്ചതായിരുന്നു കാരണം. വീണ്ടും പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ കുമാരി ബാലനെ ഭാഗ്യം തുണച്ചു. എന്നാൽ ജെയ്നിക്ക് പകരം മറ്റൊരാളെ മത്സരിപ്പിച്ച UDF-ന് വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വിജയിക്കാനായില്ല.
ഇതിനകം UDFുമായി മാനസികമായി അകന്ന ജെയിനിയാകട്ടെ 2020 ത്രികോണ മത്സരത്തിൽ സ്വതന്ത്രയായി വിജയിച്ചു. എന്നാൽ ഒരു പക്ഷത്തും നിന്നില്ല. 16 വാർഡിലെ അവരുടെ അന്നത്തെ ഭൂരിപക്ഷം 16 വോട്ടുകളായിരുന്നു. ഇക്കുറിയും ദേവമാതാ വാർഡിൽ സ്വതന്ത്രയായി തന്നെ ജനവിധി തേടുകയാണ്. TCV ന്യൂസ്, ചാലക്കുടി. UDF ജില്ലാ പഞ്ചായത്ത് കയ്പമംഗലം ഡിവിഷൻ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കുടുംബസംഗമം നടത്തി. ചളിങ്ങാട് നടന്ന കുടുംബസംഗമം പാണക്കാട് സയ്യിദ് മുനവറലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. UDF വർക്കിംഗ് ചെയർമാൻ CJ ജോഷി അധ്യക്ഷത വഹിച്ചു. മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് CA മുഹമ്മദ് റഷീദ്, KPCC സെക്രട്ടറി സോണിയ ഗിരി, CA അബ്ദുൽ ജലീൽ, അനസ് അബൂബക്കർ, TK സയ്യിദ് മുഹമ്മദ് തുടങ്ങിയവർ പങ്കെടുത്തു. LDF പാവറട്ടി പഞ്ചായത്ത് കമ്മിറ്റി പ്രകടന പത്രിക മുരളി പെരുന്നെല്ലി MLA പ്രകാശനം ചെയ്തു. കേരളത്തിൽ ഇടതുപക്ഷത്തിന് തുടർഭരണം സാധ്യമായ സാഹചര്യത്തിൽ പാവറട്ടിയിലും അതിന്റെ തുടർച്ച ഉണ്ടാകാൻ ഇടതുപക്ഷ മുന്നണി സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കണമെന്നും സുസ്ഥിരമായൊരു ഭരണം പാവറട്ടിക്കുണ്ടാകണമെന്നും MLA പറഞ്ഞു. തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ NV ഷോയ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. കൺവീനർ ബാബു ആന്റണി, VV സേവ്യർ, MP ഷാജൻ, റജീബ് റഹ്മാൻ, അഡ്വക്കേറ്റ് ബിജു P ശ്രീനിവാസ് എന്നിവർ സംസാരിച്ചു. തലക്കുളം ഡിവിഷൻ UDF സ്ഥാനാർത്ഥി AT നേനയുടെ ഏങ്ങണ്ടിയൂർ പഞ്ചായത്തിലെ പര്യടന പരിപാടി മുൻ MLA MP വിൻസെന്റ് ഉദ്ഘാടനം ചെയ്തു. UDF പഞ്ചായത്ത് ചെയർമാൻ ഘോഷ് തുഷാർ അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി നൌഷാദ് ആറ്റുപറമ്പത്ത്, DCC മെമ്പർ ഇർഷാദ് K ചേറ്റുവ, കൺവീനർ സുബൈർ വലിയകത്ത്, CV തുളസീദാസ്, VP ലത്തീഫ് ഹാജി തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലാ പഞ്ചായത്ത് ചൂണ്ടൽ ഡിവിഷൻ UDF സ്ഥാനാർത്ഥി ലീല രാമകൃഷ്ണൻ കടങ്ങോട് പഞ്ചായത്തിൽ പര്യടനം നടത്തി. വെള്ളറക്കാട് ശ്രീരാമസ്വാമി ക്ഷേത്ര പരിസരത്ത് നിന്ന് ആരംഭിച്ച പര്യടനം KPCC സെക്രട്ടറി CC ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ ഷറഫു പന്നിത്തടം അധ്യക്ഷനായി. DCC സെക്രട്ടറി VK രഘുസ്വാമി, സജീവ് ചാത്തനാത്ത്, MS ബഷീർ, KC ഹംസ, ഗിന്നസ് സത്താർ ആദൂർ തുടങ്ങിയവർ സംസാരിച്ചു. LDF കയ്പമംഗലം പഞ്ചായത്ത് കമ്മിറ്റി തെരഞ്ഞെടുപ്പ് റാലിയും പൊതുസമ്മേളനവും നടത്തി. കാളമുറിയിൽ നിന്ന് ആരംഭിച്ച തെരഞ്ഞെടുപ്പ് റാലി 3 വിടിക ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുസമ്മേളനം CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PK ഡേവിസ് ഉദ്ഘാടനം ചെയ്തു. ER ജോഷി അധ്യക്ഷനായി. CPM ഏരിയ സെക്രട്ടറി MA ഹാരിസ് ബാബു, PM അഹമ്മദ്, അഡ്വക്കേറ്റ് VK ജ്യോതി പ്രകാശ്, TV സുരേഷ് ബാബു, മുഹമ്മദ് ചാമക്കാല, റസാഖ്, ജില്ലാ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് സ്ഥാനാർത്ഥികൾ തുടങ്ങിയവർ പങ്കെടുത്തു. വേലൂർ പഞ്ചായത്ത് UDF പൊതുയോഗം മുൻ KPCC പ്രസിഡന്റ് VM സുധീരൻ ഉദ്ഘാടനം ചെയ്തു. UDF മണ്ഡലം ചെയർമാൻ ഫ്രെഡി ജോൺ അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് സുരേഷ് മമ്പറമ്പിൽ, മഹിളാ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സ്വപ്ന രാമചന്ദ്രൻ, ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥി ലീല രാമകൃഷ്ണൻ, ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാനാർത്ഥികളായ ആൻഡോ പോൾ, PP യേശുദാസ്, യൂത്ത് കോൺഗ്രസ് ജില്ലാ ഭാരവാഹികളായ അഡ്വക്കേറ്റ് PK ശ്യാംകുമാർ, അഡ്വക്കേറ്റ് മുഹമ്മദ് ഷഫീഖ് തുടങ്ങിയവർ സംസാരിച്ചു. LDF കടങ്ങോട് പഞ്ചായത്ത് പ്രകടന പത്രികയുടെ പ്രകാശനം സാഹിത്യകാരൻ TD രാമകൃഷ്ണൻ നിർവഹിച്ചു. തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ സത്താർ നീണ്ടൂർ അധ്യക്ഷത വഹിച്ചു. LDF നേതാക്കളായ PS പ്രസാദ്, MP റഫീഖ് തങ്ങൾ, ഫ്രാൻസിസ് കൊള്ളന്നൂർ, അഡ്വക്കേറ്റ് KM നൌഷാദ്, ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥി മീന സാജൻ തുടങ്ങിയവർ പങ്കെടുത്തു. കഴിഞ്ഞ 45 വർഷമായി LDF ഭരിക്കുന്ന പഞ്ചായത്താണ് പടിയൂർ. ഭരണം ലക്ഷ്യമാക്കി BJPയും കൂടുതൽ സീറ്റുകൾ നേടാൻ UDFും ശക്തമായ മത്സരരംഗത്തുണ്ട്. 14 വാർഡുകളുള്ള പടിയൂർ പഞ്ചായത്തിൽ LDF 8, BJP 4, കോൺഗ്രസ് 2 എന്നിങ്ങനെയാണ് കക്ഷിനില. വാർഡ് വിഭജനത്തിന് ശേഷം വാർഡുകളുടെ എണ്ണം 15ആയി. CPIയുടെ ശക്തി കേന്ദ്രം കൂടിയാണ് പടിയൂർ പഞ്ചായത്ത്. സ്ഥലം MLA കൂടിയായ മന്ത്രി R ബിന്ദുവിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് LDF ഭരണ തുടർച്ച സ്വപ്നം കാണുന്നത്. മുന്നണിയിലെ തർക്കങ്ങൾ ചർച്ചയിലൂടെ ഫലപ്രദമായി പരിഹരിച്ചതും ഇടതുമുന്നണിക്ക് പ്രതീക്ഷ നൽകുന്നു. BJP ശക്തമായ മത്സരരംഗത്തുണ്ട്. കഴിഞ്ഞ തവണ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ 4 സീറ്റുകളിൽ വിജയിച്ചതും 6 സീറ്റുകളിൽ 2ാം സ്ഥാനത്തെത്തിയതും NDAക്ക് പ്രതീക്ഷ നൽകുന്നു. കേന്ദ്ര സർക്കാർ കർഷകർ അടക്കമുള്ളവർക്ക് നൽകുന്ന സഹായങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് BJP തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. വികസന മുരടിപ്പാണ് UDFന്റെ പ്രധാന ആയുധം. നേരത്തെ നിലവിലുണ്ടായിരുന്ന സീറ്റുകൾ തിരിച്ചുപിടിക്കാനുള്ള കഠിന ശ്രമത്തിലാണവർ. TCV ന്യൂസ്, ഇരിങ്ങാലക്കുട. കരുമത്ര വാക്കേക്കര 2ാം വാർഡ് മഹിളാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ DCC ജനറൽ സെക്രട്ടറി ഷാഹിദ റഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. വാർഡ് പ്രസിഡന്റ് ദീപ സന്തോഷ് അധ്യക്ഷയെ. അഡ്വക്കേറ്റ് സൗമ്യ മായാദ, സ്ഥാനാർത്ഥികളായ ഷഹന നൌഷാദ്, O ശ്രീകൃഷ്ണൻ, നേതാക്കളായ കുട്ടൻ മച്ചാട്, അൽഫോൺസ ഫ്രാൻസിസ് തുടങ്ങിയവർ സംസാരിച്ചു. NDA വേലൂർ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ മുൻ DGP ജേക്കബ് തോമസ് ഉദ്ഘാടനം ചെയ്തു.
BJP വേലൂർ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് കെ സനിൽകുമാർ അധ്യക്ഷനായി. മണ്ഡലം പ്രസിഡന്റ് ജീത്തു തയ്യൂർ, കർഷക മോർച്ച സംസ്ഥാന സമിതി അംഗം ഉണ്ണികൃഷ്ണൻ അമ്മാത്ത്, വാർഡ് മെമ്പർ രേഷ്മ സുധീഷ്, അഭിലാഷ് തയ്യൂർ, അശോകൻ മമ്പറമ്പിൽ, മണികണ്ഠൻ കോട്ടപ്പടിക്കൽ തുടങ്ങിയവർ സംസാരിച്ചു. UDF എരുമപ്പെട്ടി മണ്ഡലം കമ്മിറ്റി തെരഞ്ഞെടുപ്പ് റാലിയും പൊതുസമ്മേളനവും നടത്തി. മങ്ങാട് പഞ്ചായത്ത് ഓഫീസിന് സമീപത്ത് ആരംഭിച്ച റാലി കടങ്ങോട് റോഡ് സെന്ററിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുസമ്മേളനം KPCC ജനറൽ സെക്രട്ടറി ഒ അബ്ദുറഹ്മാൻ കുട്ടി ഉദ്ഘാടനം ചെയ്തു. UDF മണ്ഡലം ചെയർമാൻ MM നിഷാദ് അധ്യക്ഷത വഹിച്ചു. UDF കുന്നംകുളം നിയോജക മണ്ഡലം കൺവീനർ അമ്പലപ്പാട്ട് മണികണ്ഠൻ, DCC സെക്രട്ടറി ബിജോയ് ബാബു, DCC എക്സിക്യൂട്ടീവ് അംഗം PS സുനീഷ്, MK ജോസ്, ഷാജൻ കുണ്ടന്നൂർ എന്നിവർ സംസാരിച്ചു. മറ്റു വാർത്തകൾ നോക്കാം. ഇന്ന് നടക്കാനിരുന്ന തൃശൂർ മാജിക് FCയും മലപ്പുറം FCയും തമ്മിലുള്ള സെമി ഫൈനൽ മത്സരം പോലീസ് നിർദ്ദേശത്തെ തുടർന്ന് മാറ്റിവെച്ചു. 10 നടക്കാനിരുന്ന കാലിക്കറ്റ് FCയും കണ്ണൂർ വാരിയേഴ്സ് FCയും തമ്മിലുള്ള മത്സരവും മാറ്റിയിട്ടുണ്ട്. പുല്ലും ചണ്ടിയും നിറഞ്ഞ് ഉപയോഗശൂന്യമായി കിടന്നിരുന്ന വെങ്കിടങ്ങ് പഞ്ചായത്തിലെ 1 ഏക്കർ വിസ്തൃതിയുള്ള ഏനാക്കുളം ജനകീയ ശ്രമദാനത്തിലൂടെ വൃത്തിയാക്കി. ഏനാമക്കൽ തൈക്കാട്ടിൽ ജോസഫ് ആക്ലിയാണ് ഈ ഉദ്യമത്തിന് മുന്നിട്ടിറങ്ങിയത്. ഏനാകുളത്തോട് പഞ്ചായത്ത് അധികൃതർ കാണിക്കുന്ന അവഗണനയിൽ നാട്ടുകാരുടെ പ്രതിഷേധം ശക്തമായിരിക്കുന്നു. പലതവണ അധികൃതരോട് പരാതിപ്പെട്ടെങ്കിലും കുളം വൃത്തിയാക്കാൻ നടപടിയുണ്ടായില്ല. കുളത്തിന്റെ ദുരവസ്ഥ ചൂണ്ടിക്കാട്ടി TCV നേരത്തെ വാർത്ത നൽകിയിരുന്നു. തുടർന്നാണ് ജോസഫ് ആറ്റ്ലി രംഗത്തിറങ്ങിയത്. എല്ലാ ദിവസവും വൈകിട്ട് 2 മണിക്കൂറോളം ജോസഫ് ആറ്റ്ലി കുളത്തിൽ നിന്ന് ചണ്ടിയും പായലും മാലിന്യങ്ങളും നീക്കം ചെയ്യും. നിരന്തര പരിശ്രമം കണ്ട് അയൽവാസികളായ ലിജോ ചെറുവത്തൂർ, ജോസ് ചെറുവത്തൂർ എന്നിവരും ഒപ്പം കൂടി. ഏകദേശം 1.5 മാസത്തെ കഠിന പരിശ്രമത്തിനൊടുവിലാണ് ഏനാക്കുളം വൃത്തിയാക്കാൻ പൂർത്തിയാക്കാനായത്. ഞങ്ങൾ വൈകുന്നേരങ്ങളിൽ ഒരുപാട് സമയം ഞങ്ങൾ ഉപയോഗിക്കില്ല. 1 മണിക്കൂർ എക്സസൈസ് എന്ന രീതിയിൽ ഞങ്ങൾ ചെയ്ത് ഇതിപ്പോൾ ഏകദേശം 99% കഴിഞ്ഞെന്ന് പറയും. ഇപ്പോൾ ഇന്നും നാളെയും ഞങ്ങൾ മുഴുവനായി തീർക്കും. നമ്മുടെ ചെറിയൊരു പ്രയത്നം ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കുളങ്ങളും കാര്യങ്ങളൊക്കെ കുറച്ച് നമ്മൾ നാട്ടുകാരൊക്കെ സംഘടിച്ച് കഴിഞ്ഞാൽ ഇത് മെയിൻറ്റെയിൻ ചെയ്യാം. അത് മെയിൻറ്റെയിൻ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ജലസോഴ്സാണ്. അപ്പോൾ നമ്മുടെ ജലത്തിൻ്റെ സമൃദ്ധി കുറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളെങ്കിലും പ്രൊട്ടക്ട് ചെയ്തില്ലെങ്കിൽ നമുക്ക് ഭാവിയിൽ വരും തലമുറ വെള്ളത്തിന് വേണ്ടി യുദ്ധം ചെയ്യേണ്ട ഒരു അവസ്ഥ വരും. ജില്ലാ പഞ്ചായത്തിന്റെ പദ്ധതി വഴി കുളത്തിന്റെ നവീകരണത്തിനായി 2 ഘട്ടങ്ങളിലായി 1 കോടി രൂപ 5 വർഷങ്ങൾക്ക് മുൻപ് ചെലവഴിച്ചിരുന്നു. വശങ്ങളിൽ ടൈൽ പാകി നടപ്പാതയും കൈവരിയും നിർമ്മിക്കുകയും തകർന്ന കുളക്കടവ് പുനർനിർമ്മിക്കുകയും ചെയ്തു. എന്നാൽ ആവശ്യമായ തുടർ പ്രവർത്തനങ്ങൾ പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്നും ഇല്ലാതിരുന്നതാണ് കുളം ഉപയോഗശൂന്യമാകാൻ കാരണമെന്ന് നാട്ടുകാർ പറയുന്നു. ജനകീയ ശ്രമദാനത്തിലൂടെ വൃത്തിയാക്കൽ പൂർത്തിയാക്കിയ ഏനാക്കുളം അടുത്ത ദിവസം പൊതുജനങ്ങൾക്ക് സമർപ്പിക്കും. TCV ന്യൂസ്, പാവറട്ടി. 500-ലധികം നെല്ലിനങ്ങൾ സമൃദ്ധമായി വിളയുന്ന പെരിങ്ങോട്ടുകര ആവണങ്ങാട്ട് കളരി സർവ്വതോപതരത്തിന്റെ കൃഷിയിടത്തിൽ കൊയ്ത്തുത്സവം നടത്തി. നാഷണൽ ബ്യൂറോ ഓഫ് പ്ലാന്റ് ജനറ്റിക് റിസോഴ്സ് ഡയറക്ടർ ഡോക്ടർ ജ്ഞാനേന്ദ്ര പ്രതാപ് സിംഗ് കൊയ്ത്തുത്സവം ഉദ്ഘാടനം ചെയ്തു. അഡ്വക്കേറ്റ് AU രഘുരാമ പണിക്കർ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാനത്തെ ഏറ്റവും വലിയ നാടൻ നെല്ലിനങ്ങളുടെ ശേഖരങ്ങളിലൊന്നാണ് ഇവിടത്തേത്. കേരളത്തിൽ നിന്ന് 160 ഇനവും പുറമെ നിന്ന് 400 ഇനവുമുണ്ട്. അഡ്വക്കേറ്റ് AU ഹൃഷികേഷ് പണിക്കർ, അഡ്വക്കേറ്റ് AV രാഹുൽ തുടങ്ങിയവർ സംസാരിച്ചു. വെളുത്തൂർ ശ്രീ നമ്പോർക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം 25 വർഷം പൂർത്തീകരിക്കുന്നതിന്റെ ഭാഗമായി നൈമിശാരണ്യ വേദിയിൽ പ്രതിഷ്ഠിക്കാനുള്ള ശ്രീകൃഷ്ണ വിഗ്രഹവുമായുള്ള നാമജപ ഘോഷയാത്ര ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിച്ചു. ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ VK വിജയൻ ഘോഷയാത്ര ഉദ്ഘാടനം ചെയ്തു. 2 ദിവസം വിവിധ ക്ഷേത്രങ്ങളിൽ സ്വീകരണം ഏറ്റുവാങ്ങി ഘോഷയാത്ര ഇന്ന് വൈകിട്ട് നമ്പോർക്കാവ് ക്ഷേത്രത്തിൽ എത്തിച്ചേരും. തുടർന്ന് വിഗ്രഹം ബ്രഹ്മശ്രീ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ പ്രതിഷ്ഠിക്കും. തൃശൂർ ലിറ്റററി ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ ചേറൂർ സാഹിതിയിൽ സംഭാഷണ സംവാദ പരിപാടി സംഘടിപ്പിച്ചു. എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് പ്രൊഫസർ KG ശങ്കരപിള്ള മുഖ്യപ്രഭാഷണം നടത്തി. സാഹിതി സാംസ്കാരിക കേന്ദ്രം ചെയർപേഴ്സൺ ഡോക്ടർ സരസ്വതി ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. എഴുത്തുകാരൻ ഡോക്ടർ PV കൃഷ്ണൻ നായർ, ഫോറം പ്രസിഡന്റ് K ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. ഹിന്ദി അധ്യാപക മഞ്ചിന്റെ ജില്ലാ സമ്മേളനം തൃശൂർ വിവേകോദയം ഗേൾസ് സ്കൂളിൽ നടന്നു. സംസ്ഥാന ആക്ടിംഗ് സെക്രട്ടറി ഷൈനി ഉദ്ഘാടനം ചെയ്തു. ഭാരവാഹികളായ ഡോക്ടർ AB ബിന്ദു, ദിനേശ്, റിനി, ലൈല തുടങ്ങിയവർ സംസാരിച്ചു. ചാഴൂർ സെന്റ് മേരീസ് പള്ളിയിൽ വേളാങ്കണ്ണി മാതാവിന്റെ ഊട്ടുതിരുനാൾ ആഘോഷിച്ചു.
തിരുനാൾ ദിവ്യബലിക്ക് മാർ ബോസ്കോ പുത്തൂർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് ഊട്ടുനേർച്ച വിതരണവും നടന്നു. വികാരി ഫാദർ സിജോ കാട്ടുകാരൻ, കൈക്കാരന്മാരായ സണ്ണി തട്ടിൽ, മേജോ തട്ടിൽ, ജസ്റ്റിൻ തട്ടിൽ, ജനറൽ കൺവീനർ ലിക്സൺ കൈമടം എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. തലക്കോട്ടുകര സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ഇടവകയിലെ പിതൃവേദി സംഘടന, അമല മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്, ആബ ചാരിറ്റബിൾ സൊസൈറ്റി എന്നിവയുടെ സഹകരണത്തോടെ വൃക്കരോഗ നിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു. വികാരി ഫാദർ ഷിൻഡോ പാറയിൽ ഉദ്ഘാടനം ചെയ്തു. പിതൃവേദി പ്രസിഡന്റ് KC ബൈജു, ഇടവക ട്രസ്റ്റി റെനി ജോസ്, ആബ ചാരിറ്റബിൾ സൊസൈറ്റി കോർഡിനേറ്റർ ജിജോ തുടങ്ങിയവർ സംസാരിച്ചു. ഫ്രണ്ട്സ് ഓഫ് ദി ബാപ്റ്റിസ്റ്റ് വാട്സാപ്പ് കൂട്ടായ്മയും പ്രവാസി കൂട്ടായ്മയും ചേർന്ന് ജനുവരി 25 സംഘടിപ്പിക്കുന്ന 3 മുറി അമ്പ് ഫെസ്റ്റിന്റെ ആഘോഷ കമ്മിറ്റി ഓഫീസ് തുറന്നു. അമ്പ് ഫെസ്റ്റ് ചെയർമാൻ വിൽസൺ മാമ്പ്രക്കാരൻ ഉദ്ഘാടനം ചെയ്തു. ജോൺസൺ മാമ്പ്രക്കാരൻ, ബേബി വലിയ കണ്ടത്തിൽ, ജസ്റ്റിൻ മങ്കുഴി, ഡെൽവിൻ ഡേവിസ്, ജിപ്സൺ പൗലോസ് തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. അമ്പ് ഫെസ്റ്റിന്റെ ഭാഗമായി 3 മുറിയിൽ ബഹുനില പന്തലൊരുക്കുമെന്നും മെഗാ ഘോഷയാത്ര സംഘടിപ്പിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. പടിയൂരിൽ വലയിൽ കുടുങ്ങിയ മലമ്പാമ്പിനെ പിടികൂടി. വളവനങ്ങാടിയിലെ ചെമ്മീൻകെട്ടിലെ വലയിലാണ് മലമ്പാമ്പ് കുടുങ്ങിയത്. ഉടുമ്പിനെ വിഴുങ്ങിയ നിലയിലാണ് കണ്ടെത്തിയത്. വിവരമറിഞ്ഞ് RRT അംഗം അൻസാരി എത്തി പാമ്പിനെ പിടികൂടി. മലമ്പാമ്പിനെ പിന്നീട് ഫോറസ്റ്റ് അധികൃതർക്ക് കൈമാറി. പഴുവിൽ ഫൊറോന മാതൃവേദി ക്രിസ്തുമസ് ആഘോഷം സംഘടിപ്പിച്ചു. വികാരി ഫാദർ വിൻസെന്റ് ചെറുവത്തൂർ ഉദ്ഘാടനം ചെയ്തു. ഫാദർ ജോഫിൻ അക്കരപ്പറ്റിയേക്കൽ അധ്യക്ഷത വഹിച്ചു. ഫാദർ ജോസഫ് മുരിങ്ങാത്തേരി സന്ദേശം നൽകി. ആനി ജോയ്, ബീന ജോസ്, ഷാലി ഫ്രാൻസിസ് തുടങ്ങിയവർ സംസാരിച്ചു. ഇനി ഇന്നത്തെ സ്വർണ്ണ നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 11,930 രൂപ, പവന് 95,440 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡൻ ഡയമണ്ട്സ്, സാധാരണക്കാരുടെ ഹൃദയത്തിന്റെ പൊന്ന്. ഇനി മുതൽ തൃശൂർ MG റോഡിലും. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 1ാം ഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന 7 ജില്ലകളിലെ പരസ്യപ്രചാരണം ഇന്ന് അവസാനിക്കും. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ജില്ലകളിലെ വോട്ടർമാർ ചൊവ്വാഴ്ച ബൂത്തിലെത്തും. നടിയെ ആക്രമിച്ച കേസിൽ നാളെ വിധി. വിധി പറയുന്നത് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി. നടൻ ദിലീപ് ഉൾപ്പെടെ വിചാരണ നേരിട്ടത് 10 പ്രതികൾ. നേമത്തോ വട്ടിയൂർക്കാവിലോ രാജീവ് ചന്ദ്രശേഖർ മത്സരിക്കണമെന്നത് BJPയുടെ തീരുമാനമാണെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. അത് കണ്ട് വിദ്യാഭ്യാസ മന്ത്രി ഇളകേണ്ടെന്നും സുരേഷ് ഗോപി. കുന്നംകുളം കീഴൂർ ദേവീക്ഷേത്രത്തിലെ കമ്മിറ്റി ഓഫീസിൽ മോഷണം. കമ്മിറ്റി ഓഫീസിൽ സൂക്ഷിച്ചിരുന്ന ദേവി വിഗ്രഹം കവർന്നു. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം ഊർജിതമാക്കി പോലീസ്. പഴയന്നൂർ നഗരത്തിൽ ഗതാഗതക്കുരുക്ക് പതിവാകുന്നു. റോഡരികിൽ വാഹനങ്ങൾ അനധികൃതമായി പാർക്ക് ചെയ്യുന്നതാണ് ഗതാഗതക്കുരുക്കിനും അപകടങ്ങൾക്കും കാരണമാകുന്നത്. മണലൂരിൽ യുവതിയെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. തൃശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥി ഹോസ്റ്റലിൽ തൂങ്ങി മരിച്ച നിലയിൽ. പൂങ്കുന്നം പാറക്കുളത്തിൽ യുവാവ് മുങ്ങി മരിച്ചു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.
ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.